ടി.പി. കേസിലെ പ്രതി കൊടിസുനിയും സംഘവും പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ തലശ്ശേരി കോടതിക്ക് സമീപമുള്ള ബാർ ഹോട്ടലിൽ മദ്യപിച്ച സംഭവത്തിൽ സർക്കാരിന് തലവേദനയായി DGP രവാണ ചന്ദ്രശേഖരന്റെ നിലപാട്. കണ്ണൂർ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഈ മദ്യപാനത്തിൽ പോലീസിന് കാര്യമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കൃത്യവിലോപം കാട്ടിയെന്നും DGP പരസ്യമായി തുറന്നടിച്ചത്. കഴിഞ്ഞ മാസം 17-നായിരുന്നു മാഹി ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ തലശ്ശേരി വിചാരണ കോടതിയിലേക്ക് കൊണ്ടുപോയ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് ഈ 3 പേരെയും തലശ്ശേരി കോടതിക്ക് സമീപമുള്ള ബാർ ഹോട്ടലിന് പിന്നിൽ പോലീസുകാർ യഥേഷ്ടം മദ്യപിക്കാൻ അനുവദിച്ചത്. 3 പോലീസുകാരായിരുന്നു ഇവർക്കൊപ്പം പ്രൊട്ടക്ഷൻ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്. ആ 3 പോലീസുകാരും പുറത്തു വന്ന ദൃശ്യങ്ങളിലില്ല. അതായത് സ്വൈര്യവിഹാരത്തിന് ഈ 3 കൊടും ക്രിമിനലുകളെയും പോലീസ് അനുവദിക്കുകയായിരുന്നു. ഇവർക്ക് യഥേഷ്ടം കുടിച്ചു കൂട്ടാടാനുള്ള എല്ലാ സഹായങ്ങളും സർക്കാർ സംവിധാനങ്ങൾ ചെയ്തു നൽകുകയായിരുന്നു. അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ. CPM-ന്റെ കൊടും ക്രിമിനലുകൾക്ക് ജയിലിൽ പോലും 5 സ്റ്റാർ സൗകര്യമാണ് എന്ന് ഇതിനു മുൻപ് പലതവണ തെളിഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ടി.പി. കേസിലെ പ്രതികൾ, കണ്ണൂർ ജയിലിൽ ഈ ടി.പി. കേസിലെ പ്രതികൾക്ക് എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും, പുറത്തിവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ ലഭിക്കുമോ അതൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് കാലാകാലങ്ങളിലായി ആരോപണമുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാം. പണ്ട് പലതവണ ഇത് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്, വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇവർക്ക് യഥേഷ്ടം മദ്യവും മയക്കുമരുന്നും അടക്കമുള്ളവ ജയിലിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് രാഷ്ട്രീയ ആരോപണം മാത്രമല്ല എന്ന് ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളിലൂടെ തെളിഞ്ഞിട്ടുള്ളതാണ്. അതേസമയം ഈ കേസ് അട്ടിമറിക്കാൻ ഇപ്പോഴും ശ്രമം നടക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് ഈ മദ്യപാനം ശരിയെന്ന് കണ്ടെത്തിയ കേസിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം എല്ലാ തെളിവുകളെയും അട്ടിമറിക്കുന്നതായിരുന്നു. അന്നേ ദിവസം കൊടിസുനിയും സംഘവും കാറിന്റെ ഉള്ളിലേക്ക് തലയിട്ട് കുടിച്ചത് മദ്യമാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്നാണ് ലോക്കൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അത് മദ്യമാണെന്ന് ഒരിടത്തും തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കേസ് കോടതിയിൽ പോയാൽ ഏത് കോടതിയിലും നിലനിൽക്കില്ല എന്നുള്ള നിയമപരമായിട്ടുള്ള ഉപദേശങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരസ്പരം നൽകുന്നത്. ഒടുവിൽ കൊടിസുനിയും സംഘവും കുടിച്ചത് മദ്യമല്ല പച്ചവെള്ളമാണെന്ന് കേരള പോലീസ് തന്നെ കണ്ടെത്തും. അല്ലെങ്കിൽ കേരള പോലീസ് അത്തരത്തിൽ അതിനെ മാറ്റിമറിക്കും. തെളിവുകൾ അട്ടിമറിക്കാൻ കേരള പോലീസിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. പക്ഷെ ഒരു ചോദ്യമാണ് ഇരുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ഈ കൊടും ക്രിമിനലുകൾ, ഈ കൊടും ക്രിമിനലുകളെ ശിക്ഷിച്ച ശേഷം ഇടതു സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇവർ എത്ര ദിവസം ജയിലിൽ കിടന്നു? ഇവർ എത്ര കാലം പരോളിൽ ഇറങ്ങി? പിണറായി ഭരണത്തിൻ കീഴിൽ കൊടിസുനിയും ഷിനോജും അതുപോലെ മുഹമ്മദ് ഷാഫിയും അടക്കമുള്ള കൊടും ക്രിമിനലുകൾക്ക് സുഖ സൗകര്യങ്ങളും രാജകീയമായ ജീവിതവുമാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതേസമയം പുതിയ DGP രവാണ ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ കർക്കശ നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൽ ഈ മദ്യപാനത്തെ കുറിച്ചുള്ള സത്യസന്ധമായ അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന് DGP ആവശ്യപ്പെട്ടിരിക്കുന്നു. CPM-ന്റെ തണലിൽ, CPM-ന്റെ ഭരണത്തിന് കീഴിൽ CPM-ന്റെ കൊടും ക്രിമിനലുകൾ നടത്തുന്ന ഇത്തരം തോന്നിവാസങ്ങൾ വച്ച് പൊറുപ്പിക്കാനാകില്ല എന്ന നിലപാട് തന്നെയാണ് നട്ടലുള്ള കേരളത്തിലെ DGP ഇപ്പോൾ സ്വീകരിക്കുന്നത്.